Hello friends, welcome to my channel Venu Kallat Cook and Craft. ഇപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ 4 സൈസ് പേപ്പറുകൾ കൊണ്ട് നമ്മൾ അത് സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് അത് റോൾസ് ആക്കിയിട്ട് കൺവെർട്ട് ചെയ്താൽ നമുക്കൊരു ഷേപ്പ് വന്നു. ആ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതായിരുന്നു ആ ഷേപ്പ്. ഇതിൽ നമ്മൾ 4 സൈസസ് പേപ്പറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതേ ഷേപ്പ് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ സൈസ് പേപ്പർ കൊണ്ടാണ്. ഒരു ഒറ്റ സൈസ് പേപ്പർ അത് പല സ്ട്രിപ്പുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്ട്രിപ്പുകൾ കൂട്ടിയിട്ട് ഇതുപോലെ റോൾസ് ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബേസിക് ഫോർ ബിഗിനേഴ്സിൽ പാർട്ട് 1 ആ ലെസൺ ഞാൻ ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ട് ഓരോ റിങ്സ് ഉണ്ടാക്കിയിരുന്ന ആ പേപ്പറുകളുടെ സൈസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഹാഫ് പേജിൻ്റെ, അതുപോലെ ക്വാർട്ടർ പേജിൻ്റെ, പിന്നെ 1/8 ഓഫ് എ പേജ്, 1/16 ഓഫ് എ പേജ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആ സൈസ് ഈ സൈസിൽ കിട്ടിയത്. ഇനി നമുക്ക് സിംഗിൾ സൈസ് പേപ്പർ കൊണ്ട്, അതായത് 1/8 ഓഫ് എ പേജ്, ഈ കാണുന്ന പേപ്പർ കൊണ്ട് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനെ നമുക്ക് ആദ്യം റോൾ ചെയ്ത് സ്ട്രിപ്പുകളാക്കണം. അപ്പോൾ ഈ സ്ട്രിപ്പ് തയ്യാറായില്ലേ. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് സ്ട്രിപ്പുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സ്ട്രിപ്പ് കൊണ്ട് ഒരു റോൾ ഉണ്ടാക്കണം, ഇത് 2 സ്ട്രിപ്പ് ഉപയോഗിച്ച് ഒരു റോൾ ഉണ്ടാക്കണം, ഇത് 3 സ്ട്രിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കണം, ഇത് 4 സ്ട്രിപ്പ് ഉപയോഗിച്ച് റോൾ ഉണ്ടാക്കണം. ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുള്ള റോള് ശരിയായി. ഇവിടെ ഞാൻ ഈ 2 സ്ട്രിപ്പ് ഇങ്ങനെ യോജിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് റോൾ ഉണ്ടാക്കാം. അപ്പോൾ 2 സ്ട്രിപ്പ് കൊണ്ടുള്ള റോള് നമ്മൾ ചെയ്തു കണ്ടു. അപ്പോൾ ഒരു സ്ട്രിപ്പായി, 2 സ്ട്രിപ്പായി, ഇനി 3, 4 അങ്ങനെ സ്ട്രിപ്പ് ചെയ്യണം. ഈ റോള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്ലിപ്പായി പോകും. അപ്പോൾ 2 സൈഡിലും ഈ 2 വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൈറ്റായിട്ട് അതിൻ്റെ റോളായിട്ട് പോകും. ഞാൻ ഗ്ലൂ കുറച്ച് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ അധികം ഗ്ലൂ ആയാലും അത് സ്ലിപ്പായി അതാവാൻ പാടില്ല. അപ്പോൾ ഗ്ലൂ ഇതുമ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് സ്ലിപ്പാവില്ല. ഈ 4 സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 സ്ട്രിപ്പ് യോജിപ്പിച്ചിരിക്കുകയാണ്. കാരണം 4 സ്ട്രിപ്പ് ഒരുമിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നീളം വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 നമ്മൾ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇതുമ്മേ ജോയിൻ്റ് ചെയ്ത് ചെയ്യാം. അത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 4ാമത്തെയും സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ വെച്ചിരിക്കുന്നത് ഇതുമ്മേ യോജിപ്പിച്ച് കൊടുക്കും.
ഇപ്പോൾ നമ്മുടെ നാലാമത്തെ സ്ട്രിപ്പും നാല് സ്ട്രിപ്പ് വെച്ചിട്ടുള്ള സർക്കിളും ശരിയാണ്. ഇനി നമുക്കിത് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കിട്ടുക നോക്കാം. നോക്കൂ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. കണ്ടു, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് സാധനങ്ങളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ യോജിച്ച തരത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ പേപ്പറിനെ നമുക്ക് സ്ട്രിപ്പുകളാക്കിയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ഇത് സെപ്പറേറ്റ് ഷീറ്റുകളെ കൊണ്ട് സ്ട്രിപ്പ് ഉണ്ടാക്കിയതാണ്. ഇത് ഒരേ ഷീറ്റുകൾ കൊണ്ട് സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ആ സ്ട്രിപ്പുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഇത് റോൾ ചെയ്തെടുത്തു. അപ്പോൾ രണ്ടും ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സൈസ്, പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചുള്ള ഡിഫറൻസാണ് വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടു, ഇപ്പോൾ ഈ രണ്ട് റോൾസും കൂടി നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാലും കണ്ടു നല്ലൊരു ഇതനുസരിച്ച് നമുക്ക് ഐഡിയയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കണ്ടു, അപ്പോൾ നോക്കൂ, ഈ താഴെയുള്ളത് നമ്മൾ പാർട്ട് 1 ചെയ്തതാണ്, ഇത് പാർട്ട് 2 ചെയ്തതാണ്. ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? കാരണം അത് പേപ്പറിൻ്റെ സൈസിൻ്റെ ഡിഫറൻസാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഷേപ്പ് എല്ലാം ഒരുപോലെയാണ്. കണ്ടു, അപ്പം നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. ബേസ് ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഈ ബേസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. നോക്കൂ, ഈ തരത്തിലും ഷേപ്പുകൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. കണ്ടു, ഈ ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ നിലവിളക്കിൽ ദിയ സ്റ്റാൻഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ പേപ്പറിനെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും, നല്ല നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ട് വരും. ടിൽ ദെൻ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വ്യൂവിങ്.